ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എന്തിനാ വന്നേ? എനിക്കറിയത്തില്ല. മര്യാദയ്ക്ക് ഇരുന്ന് എന്നെ പിടിച്ച് കാറി കയറ്റി. എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു ഇച്ചിരി നാളെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ടോപ്പിക് എടുക്കാതെ അങ്ങോട്ട് മാറി നിന്നപ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമ്മൾ ടോപ്പിക് എല്ലാ ദിവസവും എടുക്കാറുണ്ട്. ചില ടോപ്പിക്കുകൾ എടുത്തില്ല. അതൊരു 2 മാസത്തേക്ക് ഞങ്ങൾ റെസ്റ്റിന് പോയതാ, ലീവിന് പോയതാ. ചില വിഷയങ്ങൾ എടുക്കണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. ചില വിഷയങ്ങളല്ല, ഒരു വിഷയം, ആ ഒരു വിഷയം എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് നമ്മുടെ ബിഷപ്പ് രംഗത്ത് വന്നത്. ഇപ്പോൾ ബിഷപ്പ് പറയുന്നു സോഷ്യൽ മീഡിയ ആണ് പ്രശ്നം, സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതെ, പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്നവന്മാർ. അതെ, ഈ ഇവന്മാർ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുള്ളിക്കാരന് ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന മാടപ്രാവുകളായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേനും ഇവന്മാരാണ് എന്നെ വിറ്റ് ജീവിക്കുന്നതെന്നായി. എന്നാൽ ഇതേ പുള്ളിക്കാരൻ വേറൊരാളെ വിറ്റ് ജീവിക്കാനായിട്ട് പലർക്കും പല സാധനങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ കണക്കിലില്ല. അല്ല, മനോരൊരു കാര്യം അറിയോ? പുള്ളി ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്. ഇന്ന് കണ്ട വീഡിയോ എന്ന് പറയുന്നത് പുള്ളി എല്ലാം നിർത്തി, വിവാദങ്ങളൊക്കെ അവസാനിക്കട്ടെ. ഈ വിവാദം എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ്? ഇപ്പോൾ അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു 4-5 ദിവസം മുൻപ് വരെ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഒരാളും സംസാരിച്ചിട്ടില്ല ആ വ്യക്തിയെക്കുറിച്ച്. ഞാനായാലും മനു ആയാലും 2 മാസത്തോളമായി രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ടോപ്പിക് എടുത്തിട്ട് അല്ലേ? അവർക്ക് ആ വയ്യായിക വന്നതിന് ശേഷം നമ്മൾ തൊട്ടിട്ടില്ല. ഒരു വാക്ക് പോലും അവരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പറയുന്നില്ല, പോസിറ്റീവും പറയാൻ വന്നില്ല, തൊട്ടിട്ടില്ല. എല്ലാവർക്കും അറിയാം ഈ സാധനം തൊട്ട് കഴിഞ്ഞാൽ മുടിഞ്ഞ റീച്ചാണ്. ആ റീച്ച് നമുക്ക് അങ്ങനത്തെ റീച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് അല്ലേ? നമ്മൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് എല്ലാവരുടെയും ഇൻഡിവിജ്വൽ തീരുമാനങ്ങളായിരുന്നു. ഇല്ലാതെ ഒരുത്തൻ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞൊരുത്തിനെ പിടിച്ചിരിച്ച് ചെയ്യിക്കരുതെന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. വേണ്ട, ഇനി ആ ടോപ്പിക്ക് തൊടണ്ട, അവരെതിലേലും പൊക്കോട്ടെ എന്ന് ചിന്തിച്ചപ്പോ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ പറയുന്ന ബിഷപ്പ് വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതും ബിഷപ്പിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച് താറടിച്ച് കാണിച്ചിട്ടുള്ള ഒരു ചാനലിന്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ആ സ്ത്രീ മീൻസ് രേഷ്മ പി തങ്കച്ചൻ, അവർ ബിഗ് ബോസിൽ പോയ സമയത്ത് അല്ലെങ്കിൽ അതിന് ഇറങ്ങി വന്നിട്ട് ഈ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഇതേ ചാനൽ തന്നെ 5 മിനിറ്റ് കട്ട്സ്, ഇവരുടെ ഒരു സബ് ചാനൽ മെയിൻ സ്ട്രീം ഓൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കട്ട്, ഇന്ന് പോസിറ്റീവ് ഇടുമെങ്കിൽ നാളെ നെഗറ്റീവ് ഇടും. ഇന്ന് ബിഷപ്പ് രേഷ്മയെ കുറിച്ചിട്ട് നല്ലത് പറയുമെങ്കിൽ നാളെ മോശം പറയുന്ന വീഡിയോ. അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പേരിൽ സജീനെ ഞാനും തമ്മിൽ കൊമ്പ് ഓർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? സജീനെ വിചാരിച്ചു അത് ലേറ്റസ്റ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞ് സജീനെ അടുത്ത് റിയാക്ട് ചെയ്തു. അതങ്ങനെ അല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ചാനലിൽ തന്നെ ബിഷപ്പ് പോയിട്ട് എന്ത് ചെയ്തു? ഇൻ്റർവ്യൂ കൊടുത്തു. ഇന്ന് ഒരേ ടോക്ക് 2 ചാനൽ ഞാൻ കണ്ടു. അതെങ്ങനെയാണ് വരുന്നത്? അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരേ ടോക്ക്, അതായത് ഒരേപോലത്തെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 2 ചാനലിൽ വന്നു. എന്നാൽ 2 ചാനലുകാരനല്ല സംസാരിക്കുന്നത്. സംസാരം ഒരാളുടെ വോയിസാണ് കേൾക്കുന്നത്. അതെങ്ങനെ 2 ചാനൽ വരാൻ പറ്റും? ഇതിനകത്ത് ബേസിക്കലി രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ഈ മീഡിയാസ് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ ക്ലിപ്പാണ് കുറേ ചാനലുകളിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ ബിഷപ്പിൻ്റെ വരണമെങ്കിൽ ബിഷപ്പും PR തുടങ്ങിയോ? എനിക്കറിയത്തില്ല. അല്ല, മനസ്സിലാവാത്ത ചോദിക്കുകയാണ്. എന്തായാലും വിവാദങ്ങളൊക്കെ ബിഷപ്പ് അവസാനിപ്പിച്ചു എന്ന് കരുതുന്നു. അവസാനിപ്പിക്കട്ടെ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ആരും ഒന്നും എന്തോ കമന്റ് ചെയ്യുന്നവർ ചെയ്തോട്ടെ, റിയാക്ട് ചെയ്തോട്ടെ എന്നൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ റീസൺ. അതാണ് പുള്ളി കേസ് കൊടുക്കാൻ പോകുന്നു, കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ബിഷപ്പ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ബിഷപ്പ് കേസ് കൊടുക്കണം. കാരണം 10 മാസം മുൻപ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വാട്സപ്പ് ഇൻബോക്സിൽ ബിഷപ്പിന് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനുണ്ട്. ഞാനത് പറയാൻ കാരണം, ഞാൻ എന്തുകൊണ്ട് ബിഷപ്പിന് വേണ്ടി സംസാരിച്ചു, അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ സൈഡ് സംസാരിച്ചു. അന്ന് ബിഷപ്പിൻ്റെ ഭാഗത്തൊരു ന്യായം ഉണ്ടായിരുന്നു. അതാണ് സത്യം. കാരണം ഒരു സ്ത്രീ വന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ വന്നിട്ട് ഒരു വൈദികനെ കണ്ടിന്യൂസ് ആയിട്ട് ഹരാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചപ്പോൾ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകും. ഇതിനകത്ത് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമുക്ക് ബിഷപ്പിനോടും യാതൊരു എതിർപ്പുമില്ല, അനുകമ്പയില്ല. രേണുവിനോടും യാതൊരു എതിർപ്പുമില്ല, അനുകമ്പയില്ല. അന്നേരം കാണുന്ന വിഷയങ്ങളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്ന് ബിഷപ്പിന്റെ സൈഡിൽ ശരിയുണ്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ കാണുന്ന നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാം. നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു. എതിരഭിപ്രായമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റുകൾ ചെയ്തു. ഇന്നിപ്പോൾ ബിഷപ്പ് ചെയ്യുന്നതിനകത്ത് ഒരു ശരി തിരിച്ചും മറിച്ചും ഗുണിച്ചു ശരിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പുള്ളിയുടെ താല്പര്യമാണ്, ആരെ ചേർത്ത് പിടിക്കുന്നത് പുള്ളിയുടെ താല്പര്യമാണ്. അല്ല, അതിനകത്ത് പുള്ളി വേറൊരു ഞൊണുക്ക് വിദ്യയും കൂടെ പ്രയോഗിച്ച് അപ്പുറത്ത് വേറൊരാളെ പിടിച്ച് അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അതായത് ഇപ്പൊ ഒരാൾക്ക് സുഖമില്ലാണ്ടായി,
സുഖമില്ലാണ്ടാവുന്ന ആളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു വൈദികന്റെ കടമയാണ്. ഇത് ശരിക്കും ബിഷപ്പ് ചെയ്ത പരിപാടി എനിക്ക് എന്നാ ഫീൽ ചെയ്യുന്നറിയോ? ചില യൂട്യൂബർമാർ റീച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പരിപാടി കണ്ടുണ്ടോ? ഇവിടെ പോസിറ്റീവ് പറഞ്ഞാൽ റീച്ച് കിട്ടും, ഇവിടെ പോസിറ്റീവ്, അങ്ങനെ ചില ആൾക്ക് ആ സാധനമാണ് ബിഷപ്പിൽ എനിക്ക് ഫീൽ ചെയ്തത്. അല്ല, എനിക്കും തോന്നിയത് അത് തന്നെയാണ്. ഇപ്പം ഇവരുടെ അസുഖമായതിനു ശേഷം കുറേ അധികം ആൾക്കാർ കമന്റ് ബോക്സിലാണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ ചെയ്യാറുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് പറഞ്ഞിരുന്നവർ പോലും, അതായത് ചീത്ത പറഞ്ഞിരുന്നവർ പോലും അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, സോറി ക്ഷമിക്കണം, ഇങ്ങനൊരു ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, അസുഖം ആരെയും വിശുദ്ധരാക്കുന്നില്ല, അല്ലെങ്കിൽ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. പക്ഷേ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളത് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കമൻറ്റുകൾ വന്നപ്പം ഒരു പക്ഷേ ബിഷപ്പ് വിചാരിച്ചിട്ടുണ്ടാവും ഈ സമയത്ത് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഓക്കെ, ഞാനതൊന്നും ഇല്ലെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. പക്ഷേ ഈ പറയുന്ന കിച്ചുവിന് അഗെയിൻസ്റ്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ച കാര്യം ഇതായിരിക്കും. ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം സപ്പോർട്ട് കിട്ടും. റെക്കഗ്നേഷൻ മാത്രമല്ല, സപ്പോർട്ട് കിട്ടും. അതായത് പോസിറ്റീവായിട്ട് ആളുകൾ പോസിറ്റീവായിട്ട് കാണും. എന്നാൽ ഓൾറെഡി ആ സമയത്ത് പുള്ളിക്ക് പോസിറ്റീവ് ഉണ്ടായിരുന്നു. എല്ലാവരും ആളെ എന്താ പുകഴ്ത്തുക എന്നല്ല, ആളെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശക്തി ഉണ്ടെന്ന് പലരും വിശ്വസിച്ചിരുന്നു. ആ സമയത്താണ് പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ആറ്റം ബോംബ് ഇട്ടത്. അത് യാതൊരു കാര്യമില്ലാത്തൊരു സാധനം, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്റർവ്യൂവിന്റെ കാര്യമേ ഇല്ല. ഇന്റർവ്യൂ കൊടുത്തോട്ടെ, അതും പ്രശ്നമില്ല. അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ പറയാറുണ്ട്, ഒരു കുഞ്ഞാടിനെ ചേർത്ത് പിടിക്കുന്നു, മറ്റേ കുഞ്ഞാടിനെ ചവിട്ടി അരയ്ക്കുന്നു. അല്ല, ഞാൻ ഇതിനകത്ത് കണ്ടതേ, ഇന്ന് വരെ പൊതുവെ ഒരു വൈദികൻ കോൺട്രവേഴ്സി ആയിട്ടോ അല്ലാതെയോ ആയിട്ട് എങ്ങനെയോ പോട്ടെ ഒരു മാധ്യമത്തിന് മുമ്പിൽ വരുമ്പോഴത്തേനും ക്രിസ്തീയ മതവിശ്വാസ പ്രകാരം ദൈവവചനം കൂടുതൽ ആളിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും, ക്രിസ്ത്യനായിട്ടുള്ള എല്ലാവരിലേക്കും ഏൽപ്പിച്ചിരിക്കുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം കിട്ടുന്നിടത്ത് പുള്ളി ഇന്ന് വരെ ഒരു സെന്റൻസ് ബൈബിളിൽ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, അത്തോടെ ഞാൻ കേട്ടിട്ടില്ല. പുള്ളി എന്തെങ്കിലും ഇപ്പോഴും പറയുന്നത് കർമ്മയടിക്കുകയെന്ന്, എല്ലാത്തിനും കർമ്മയടിക്കുകയെന്ന്. അതേസമയം അതൊരു ബൈബിളിൽ പല വചനങ്ങളുണ്ട്. പറയുന്നത് കേട്ടുള്ള ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മാത്രം ഒരിക്കൽ കേൾക്കാറുണ്ട്. ഗുഡ് മോർണിംഗ് ഒക്കെ വിഷയം അങ്ങനെ കേൾക്കാറുള്ളൂ, അല്ലാണ്ട് വേറൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. എന്താകട്ടെ, നമ്മളിപ്പോൾ അദ്ദേഹത്തിന് കുറ്റം പറയാൻ വന്നതല്ല. പക്ഷേ എന്നാൽ പോലും ചെയ്തത് തെറ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെയ്തത് തെറ്റാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം ഈ എന്തോ വലിയ സംഭവം വരാണ്ട് ആ സാധനം പുള്ളി പൊട്ടിച്ചു. എന്താ കേസിന്റെ കാര്യം, അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തതുമാണ്. ഇന്ന് രാവിലെ അദ്ദേഹം എന്ന് പറയുന്നത് ആ വീഡിയോ കഴിച്ചുള്ളൂ. സോഷ്യൽ മീഡിയയാണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ, അത് അവരുടെ ജോലിയുടെ ഭാഗം. ഞാനതിനെ എതിർക്കുന്നില്ല. കമന്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ, നിങ്ങൾക്ക് സമയമുള്ള പോലെ കമന്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക, അതൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് ഇനിയിപ്പോ കേസ് കൊടുക്കില്ല കേട്ടോ, അതിന്റെ പരിപാടി. അല്ല, അച്ഛൻ ഈ പറയുന്നത് അത് എന്ത് ന്യായമുള്ളത്? അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആരെങ്കിലും അച്ഛൻ്റെ എന്താ പറയുക, മിണ്ടാണ്ടിരിക്കുന്ന അച്ഛൻ്റെ വായിക്കകത്ത് കമ്പിട്ട് കുത്തിയിട്ട് അച്ഛൻ പറയും നിങ്ങൾ എന്ത് കിച്ചുവിനെ അഗൈൻസ്റ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണോ സംസാരിച്ചത്? ഏതെങ്കിലും യൂട്യൂബർ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ? ഈ നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്ന ചാനലുകൾ, അതല്ലാണ്ട് എനിക്ക് ഇന്റർവ്യൂ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക്. അത് മാത്രമല്ല, അച്ഛനെ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ അച്ഛനെതിരെ ഇങ്ങനെ വിളമ്പാൻ നിൽക്കുന്നത് ഏതോ ഒരാൾ, അച്ഛൻ ആരാന്ന് പോലും അറിയത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വോയിസ് പുറത്തു പോകുന്ന അച്ഛൻ അറിയാം. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട്, കാരണം മുൻപ് അനുഭവങ്ങളുണ്ട്. ഇത് ആദ്യമായിട്ടാണെങ്കിൽ മനസ്സിലാക്കാം, ഇത് മുൻപ് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ വോയിസ് ലീക്കാവുന്ന അനുഭവങ്ങളുണ്ട്. ലീക്കായി കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് കോണ്ടന്റ് ആണ്. എല്ലാവരും അത് കോണ്ടന്റ് ആക്കുകയും ചെയ്യും. അത് എല്ലാവരും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈ ഒരു വിഷയത്തിൽ നമ്മളും ചെയ്യും, ഇനിയും ചെയ്യും. ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വെച്ചിട്ട് ആകെ കാണിച്ചൊരു മനുഷ്യത്വപരമായ നീക്കം എന്ന് പറഞ്ഞാൽ വയ്യാതിരിക്കുന്നതുകൊണ്ട് അവരെ നമ്മൾ വെറുതെ വിട്ടു. കാരണം അവര് അതിനുശേഷം അവര് അനാവശ്യമായിട്ടൊരു സാധനം അവരും പ്രൊവോക്ക് ചെയ്തിട്ടില്ല. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുക, ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കാനാണ്, പക്ഷെ താല്പര്യമില്ലാതെ വിട്ടാണ്. അതിനിടയ്ക്കാണ് ഇന്നലത്തെ ഒരു വിഷയം വന്നത്, വിഷയം. ഞാൻ താല്പര്യമില്ലാതെ വിട്ടതല്ല. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഞാൻ വിട്ടത് അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സമയത്ത്. കാരണം എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസർ ഒക്കെ വന്നിട്ടുണ്ട്. സോ അവരെ മീൻസ് എന്താ, അവർക്ക് കൂടുതൽ മെന്റലി ഒരു സാധനം കൊടുക്കരുതെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ആദ്യം ചിന്തിക്കേണ്ടത് ആരാണ്? അവരുടെ കുടുംബക്കാരെ ചിന്തിക്കേണ്ടത്. അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കണം. അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുമൊന്നും വേണ്ട. സോഷ്യൽ മീഡിയ അവർക്ക് ഇപ്പോൾ ഒരു വരുമാന മാർഗ്ഗം. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി കൊടുക്കേണ്ടത് സാധനം എടുത്തിട്ട് തട്ടിയൊക്കെ കാണിക്കും. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മറ്റൊരാൾ എങ്ങനെ ഈ ഒരു അസുഖത്തിന്റെ സീരിയസ്നെസ് മനു എന്താ സംഭവിക്കാൻ അറിയോ? ഇപ്പം ഒരു ഫാമിലിയിൽ അവിടെ ഉള്ള ഒരാൾക്ക് ഇതുപോലൊരു അസുഖമുണ്ട്. അവർ ആക്ച്വലി 4th സ്റ്റേജ് ആയിരിക്കും. അവരവരുടെ പെയിൻ പറയുമ്പോൾ
ഇതത്ര വേദനയല്ലേ, തട്ടിയൊക്കെ കാണിക്കുന്നല്ലോ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കും. അത് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? ശരിക്കും സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ആണത്. അതെന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നത്, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് പറഞ്ഞിട്ട് അവർക്ക് മെന്റലി എന്തോ പ്രശ്നം ഉണ്ടെന്ന്, ഈ ഒരു കീമോ കഴിഞ്ഞ ശേഷം, അതുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കാണ് മെന്റലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഭയങ്കര ചില റീലൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എന്റെ കിളി പറക്കും. അതായത് ആദ്യത്തെ ദിവസം ഇവർ വന്നിട്ട് തീരെ വയ്യാന്ന് പറഞ്ഞു, ഓക്കെ അക്സെപ്റ്റ് ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയുടെ ചേട്ടന് ക്യാൻസർ ആയിരുന്നു. പുള്ളിക്കാരൻ നല്ലോണം ഈ കീമോ ഒക്കെ അടിച്ച് ഭയങ്കര സീനായിട്ടാണ് പോയത്. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സീരിയസ് ആവുന്നുണ്ടോ, നമുക്ക് തമാശയിലേക്ക് വരാം. അത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനം ഉണ്ടോ? ഓക്കെ, അങ്ങനെ ഒരു സാധനത്തിലേക്കാണ് കണ്ടത്. അടുത്ത ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേനും ഇതിങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൈ ഇങ്ങനെ അനക്കുമ്പോൾ, കൈ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ കൈ ഇവിടെ അനങ്ങത്തില്ലേ, ഇവിടെ അനങ്ങില്ലേ? ഈ പിക്ലൈനിട്ട സാധനം മൂവ് ചെയ്യില്ലേ? മൂവ് ചെയ്യുമ്പോൾ ഇവർക്ക് വേദന എടുക്കില്ലേ? പിക്ലൈനിന്റെ ട്യൂബിലിട്ട് ടച്ച് ചെയ്യുമ്പോൾ വേദന എടുക്കില്ലേ? ഇത് ഹാർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഈ പിക്ലൈൻ ഇട്ടേക്കുന്ന ഉടായിപ്പാണെന്നോ ഇവർക്ക് അസുഖം ഇല്ലെന്നോ പറയുന്നില്ല. ഇത് ഇവർ കാണിക്കുന്ന മെസ്സേജിനെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് അസുഖമുണ്ട്, അവർക്ക് വയ്യായികയുണ്ട്, അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് അറിയത്തില്ല. അവർ പറയുന്നത് തേർഡ് സ്റ്റേജ് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റേജിലൊക്കെ ആണെന്ന് പറയുന്നു. ഒരു ഫോർത്ത് സ്റ്റേജ് പേഷ്യന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ കാണിക്കുന്ന കാട്ടായങ്ങളാണോ ഇവർ കാണിക്കുന്നത്? അത് മാത്രം നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെയാണോ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ്? നമ്മൾ വല്ലാണ്ട് സീരിയസ് ആവും. നമുക്ക് അച്ഛൻ്റെ ബാക്കിയേക്കാം. നമ്മൾ ഇനി മുതൽ നമ്മുടെ പഴയ ബൈബിലേക്ക് കയറാൻ പോകണം. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണോ എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല, സ്നേഹം മാത്രം. അച്ഛനത് റെക്കോർഡ് വെച്ചേക്കാണോ? കഴിഞ്ഞ പ്രാവശ്യവും ഇതേ വാചകം തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് യാതൊരു വിവാദങ്ങൾക്കും താല്പര്യമില്ല. ഇത് ഉണ്ടാക്കി വെക്കുന്നത് ആരാണ്? അച്ഛൻ തന്നെയാണ് തുടങ്ങി വെക്കുന്നത്. ഈ വിവാദത്തിന് തിരികൊളുത്തിയത് അച്ഛനാണ്. അതെ, മര്യാദയ്ക്ക് പോയ വെറുതെ രേണുവും കിച്ചുവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചോ തമ്മിത്തല്ലോ തീർക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വെറുതെ വന്ന് കിച്ചുവിന്റെ എതിരെ ഒരു എന്നിട്ട് പുള്ളിക്കാരൻ ഭീഷണിപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവ് മരടനീഷ് ഒക്കെ പറയുന്ന സ്റ്റൈലിലാണ്. ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ ഇറങ്ങും, ഇവിടെ നാട്ടുകാർ ഇറങ്ങും, ലീഗലി ഇറങ്ങും. ഏത് എന്താണ് ഈ നിയമം? ഒരാൾക്ക് മാത്രമല്ല, ഇതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു ഈ സാധനം. അന്ന് അച്ഛൻ എന്ത് പറഞ്ഞോണ്ടിരുന്നത്? ഇത് ഞാൻ അച്ഛനോട് ഞാൻ പലപ്പോഴും ഈ സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവിടെ എപ്പോഴും വണ്ടികൾ വരുന്നു, രാത്രി പകർന്നില്ലാണ്ട് വണ്ടികൾ വരുന്നു, അപ്പോൾ അതിന് ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനൊരു കാര്യം, അവിടെയുള്ള നാട്ടുകാരെ കൂട്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുക. നാട്ടുകാർ കൂട്ടി വരുമ്പോൾ അച്ഛനെ മാത്രമായിട്ട് പോകണ്ടല്ലോ. അങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ ഇവിടെയുള്ള ആൾക്കാരൊന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അന്ന് ഇതുവരെ നടന്നിട്ടില്ല. ഇനിയിപ്പോ കിച്ചു വന്നാൽ നാട്ടുകാരിറങ്ങും, കടപ്പുറം. എനിക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്ത്. എനിക്ക് വേറെ സംഭവം എന്ന് പറയോ, അച്ഛൻ സ്ഥലം കൊടുത്തു അല്ലേ? അച്ഛനല്ല സ്ഥലം കൊടുത്തു, അവിടെ വീട് പണിഞ്ഞ് ആരെ കണ്ടാലും അച്ഛൻ ഞാൻ കൊടുത്ത സ്ഥലം, ഇഷ്ടദാനമായിട്ട് ഞാൻ കൊടുത്ത സ്ഥലം, ഞാൻ കൊടുത്തത്. ഇത് എത്ര ഇതിലും ബെറ്റർ കൊടുക്കാതിരിക്കുന്നതായിരുന്നു. ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിലും പറഞ്ഞു, ഒരു സഹായം ചെയ്തിട്ട് അത് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ തെറ്റ്. മറ്റേ ലൈനകത്ത് കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, ഈ ചെറിയ പെട്ടി വലിയ പെട്ടി, അതേപോലെ വിളിച്ചു പറയാതിരുന്ന ബലം കുറയും. ഇന്നലെ ഞാൻ 5-6 ക്ലിപ്പ് എടുത്ത്, അതിനകത്ത് 6 ക്ലിപ്പ് ഉണ്ടെങ്കിൽ 5 ക്ലിപ്പിലും പുള്ളി ഇത് പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത സ്ഥലം. പണ്ട് കിച്ചുവിനും ഋതപ്പനും കൊടുത്ത സ്ഥലമായിരുന്നു. ഇപ്പൊ അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും കിച്ചുവിന് ഒരു റൂം മാത്രമേ, ബാക്കി വന്ന് മറ്റവർക്കാ കൊടുത്തേ. എന്തായാലും അച്ഛൻ വിവാദങ്ങളിൽ നിന്നൊക്കെ പുറകേട്ട് മാറിയിട്ടുണ്ട്. ഇനി ഡൗട്ട് ചോദിച്ചേ, ആ റൂമിലേക്ക് മാത്രം ഡോർ ഉണ്ടോ? കിച്ചന് ആ റൂമിലോട്ട് മാത്രം കയറാൻ ചിലപ്പോൾ വെച്ചു കൊടുക്കുമായിരിക്കും. ഫിറോസിക്ക് വരുമോ? എനിക്കറിയാം, ഫിറോസിക്ക് കാണാനില്ല ഇപ്പൊ. ശരിക്കും പുള്ളി മാറി നിൽക്കാണ്, ആള് സമാധാനത്തോടെ മാറി നിൽക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാവാതെ. കേൾക്കണം, അത് വേണം. എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമുക്കാണ് പ്രശ്നം. ആർക്കാ പ്രശ്നം? ആർക്കാ? നമുക്ക്. അച്ഛന് പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആർക്കാ പ്രശ്നം? ആർക്കത് പ്രശ്നം? നാട്ടുകാർക്ക്. ചുമ്മാ വന്നിട്ട് നമുക്ക് ആർക്കും പ്രശ്നമില്ല. ആർക്കും നീ കിച്ചുവിനായിരിക്കും ചിലപ്പോ പ്രശ്നം, ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ഋതപ്പനായിരിക്കും ചിലപ്പോ പ്രശ്നം കേട്ടോ. അല്ല, കിച്ചു ഒന്നും അറിയുന്നില്ല, അവന്റെ വഴിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോ, ഇനി വേറെ കാര്യം, കിച്ചു നാളെ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ച് നമ്മൾ പറയട്ടോ, അത് വേറെ കാര്യം. മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ രണ്ടുപേരുടെയിലും ഒരു വെടിക്കുള്ള എല്ലാവരുടെയും ഉണ്ട്. പിന്നെ കിച്ചു അവന്റെ ഏജിന്റെ വെച്ച് നമ്മൾ വിട്ടു. ആ സമയത്ത് അവൻ അറിയില്ലാത്ത പ്രായത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് വിടുക. ഇപ്പൊ അവൻ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് അവന് പറഞ്ഞ പോലെ അച്ഛനും അമ്മയില്ല. ഇത് മറ്റൊരു സാധാരണക്കാരൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേനെ. ഒരു ബിഷപ്പ്, ഒരു വൈദികൻ വന്നിട്ട് മറ്റുള്ളവരെ ക്ഷമിക്കാനും സഹിക്കാനും പഠിപ്പിച്ചു കൊടുക്കണം. മുണ്ടും മടക്കി ഇറക്കാൻ പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ ചമ്പിക്കളയും. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അവകാശപ്പെട്ട വീടിന് മുമ്പിലാണ് നിൽക്കുന്നത്. അത് അവരുടെ വീടാണ്.
അച്ഛനിപ്പോ ഫുൾ ടൈം വീടിന്റെ മുമ്പിൽ വേണോ? ഇങ്ങനെ അല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നേരത്തെ അവിടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടില്ലായിരുന്നോ? ഇതുവഴി പ്രവേശനമില്ല, ഇത് വഴി വഴി ഈ വഴി പ്രവേശനമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അച്ഛൻ ഇടയ്ക്ക് നിങ്ങളോടൊക്കെ പറഞ്ഞില്ലായിരുന്നോ ഇവരിവിടെ വന്നോണ്ട് വീട് വിൽക്കാൻ പറ്റുന്നില്ലെന്ന്? ശരിക്കും അതിന്റെ കാരണം എന്തായിരുന്നു? ഇപ്പൊ ഒരു സംശയമുണ്ട്, ശരിക്കും ഒരു പ്രശ്നം എന്താ? അവരൊരു കാരണമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിലയുടെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. വില കുറച്ച് പ്രശ്നം. അപ്പൊ ഇവര് വന്നതല്ലേ പ്രശ്നം? അതിന്റെ കാരണമായിരിക്കാം, നമുക്ക് അറിയില്ലല്ലോ. കാരണങ്ങളുടെ ഒരു കൂമ്പാരാണ്. ആർക്കെങ്കിലും സ്ഥലം വേണം മേടിക്കട്ടോ, വളരെ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം, അച്ഛനൊരു ഫ്രീ പ്രൊമോഷൻ നോട്ട്. വെറുതെ ആണെങ്കിലും വേണമെന്ന് പറയാം ആൾക്കാർ, അതാണ് അവസ്ഥ. അവരവിടെ സന്തോഷമായി ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനും ആരാണ് ഈ സോഷ്യൽ മീഡിയ? എന്താണ് ഈ സോഷ്യൽ മീഡിയ? ഏതാണ് സമയം? ഏതാ ഈ സോഷ്യൽ മീഡിയ? അച്ഛനോട് ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ചോദിക്കുകയാണ്. അച്ഛൻ വന്ന് മിണ്ടാതെ ഏത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് അച്ഛനോട് സംസാരിക്കുന്നത്? കഴിഞ്ഞ 10 മാസങ്ങൾക്കിടയിൽ ആ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വാ തുറന്നിട്ടില്ല. യൂട്യൂബേഴ്സുമായിട്ട് അച്ഛൻ കംപ്ലീറ്റ് കോൺടാക്റ്റും കളഞ്ഞു. പല യൂട്യൂബേഴ്സും അച്ഛനെ ബ്ലോക്ക് ചെയ്തു, പല യൂട്യൂബേഴ്സിനെയും അച്ഛൻ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പോയിട്ട് അതിനുശേഷം പിന്നെ അച്ഛൻ യൂട്യൂബേഴ്സോട് യാതൊരു കോൺടാക്ട് ഇല്ല. ഈ പ്രശ്നങ്ങളേ ഇല്ല. അച്ഛൻ ഈ പറയുന്ന മറ്റു ടീമുകളായിട്ടൊക്കെ ജോയിന്റ് വെഞ്ചർ, പല ആൾക്കാരും പുള്ളി ബ്ലോക്ക് ചെയ്തെന്ന് അറിഞ്ഞിട്ട് കൂടിയില്ല. അതെ. അപ്പൊ ഇങ്ങനെ ജോയിന്റ് വെഞ്ചറായി. അതിനുശേഷം പിന്നെ അച്ഛൻ പിക്ചറിലേ ഇല്ല. പിന്നെ എപ്പോഴാണ് അച്ഛൻ പിക്ചറിലേക്ക് വരുന്നത്? ഈ ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷമാണ്. അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയക്ക് ഈ മെയിൻ സ്ട്രീം വന്ന ഇന്റർവ്യൂല് അച്ഛൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. മെയിൻ സ്ട്രീമിന്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന മുട്ടനാടുകൾ തമ്മിൽ അടിപ്പിക്കുന്ന പരിപാടിയാണ്. അവരുടെ വരുമാന മാർഗമാണ്, അവരത് ചെയ്യുന്നു. അത് കൊടുക്കണോ, അതിനകത്ത് പോയി ചാടണോ വേണ്ടേ, കുഴിക്കകത്ത് വീഴണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. അതെ. അത് അമിനയുടെ ചോദ്യങ്ങളാണെങ്കിലോ എന്റെ പൊന്നോ, ഒരാളെ എങ്ങനെ ഏറി കയറ്റാം അതുമാതിരി ചോദ്യങ്ങളാണ് കൊച്ചു ചോദിക്കുന്നത്. സ്കില്ലിന്റെ അല്ല, അത് ശരിക്കും പറയാം മറ്റേ എന്താ കുത്തിത്തിരിപ്പെന്ന് പറയാം ആ സാധനത്തിന്. അതാണ് സംഭവം. ആ ലെവലിൽ ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. ആ ചാനലുകൾക്കെല്ലാം എങ്ങനെ 26 മിനിറ്റ് ഇന്റർവ്യൂ, 2 മിനിറ്റ് രേഷ്മ പി തങ്കച്ചൻ റിലേറ്റഡ് സാധനം, ബാക്കി 24 മിനിറ്റും കിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അടുത്ത ദിവസം വന്ന ഇന്റർവ്യൂ ആണെങ്കിലോ അച്ഛൻ പറയുന്ന എല്ലാം വിഴുങ്ങുന്ന ഒരാള്. അച്ഛൻ പറയുന്ന അത് ആ ചാനലിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പുള്ളിക്കാരൻ റിയാക്ഷൻ വീഡിയോ കൂടിയാണ്, റിയാക്ഷൻ ചാനലും കൂടിയാണ്. പല ചോദ്യങ്ങളും ചോദിക്കാൻ പുള്ളി പറയുന്നതല്ല അപ്പാടെ വിഴുങ്ങാതെ ഇതല്ല ഇന്നതല്ലേന്ന് ചോദിക്കേണ്ട ഒരു സാധനം പുള്ളി. ഒരു റിയാക്ടർ ആകുമ്പോൾ ഉറപ്പായിട്ടും ആ ചോദ്യത്തിന് മറുചോദ്യം ഉണ്ടാവണം. മറ്റവര് പോട്ട് അവര് ഇന്റർവ്യൂ, അത് ഇന്റർവ്യൂ. ഇത് അച്ഛന്റെ വേർഷൻ എടുത്തിടാൻ വേണ്ടി മാത്രമല്ലല്ലോ പോകുന്നത്. ഒരു റിയാക്ഷൻ ചാനലാകുമ്പോൾ പിന്നെ ഈ മെയിൻ സ്ട്രീമും താങ്കളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതെ, അച്ഛൻ പറയട്ടെ. രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ രാഹുൽ ദാസുമായിട്ടേ അച്ഛന് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, കുഴപ്പങ്ങളൊന്നും 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പുള്ളി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവിടെ സോഷ്യൽ മീഡിയയിൽ മുഖം കറപ്പിച്ചൊന്നും പറഞ്ഞില്ല. നമുക്കൊരു ബന്ധമില്ല കേട്ടോ, നമ്മൾ ചേട്ടനാണ് ജ്യേഷ്ഠ സ്ഥാനത്ത് എന്ന് പറയുന്നത്. ജ്യേഷ്ഠ സ്ഥാനത്ത് പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്കും പ്രശ്നമുള്ളൂ, നമുക്കെതിരെ കേസൊന്നും കൊടുക്കില്ല. അല്ല, ഇത് കേക്ക്, ജ്യേഷ്ഠ സ്ഥാനത്ത് എന്ന് പറയുന്നത് അവനൊന്ന് വിളിച്ച് പറയാനുള്ള മര്യാദ കാണിച്ചിട്ടില്ല, ഫോൺ നമ്പർ ഇട്ടിട്ടില്ല. ഒന്ന് രേണുവിനോട് ചോദിച്ചാൽ എന്തൊക്കെയാണോ തങ്കച്ചനോട് ചോദിച്ചാൽ തങ്കച്ചൻ തരുമല്ലോ. ഒന്നും വേണ്ട. ബിഷപ്പിന് എത്ര യൂട്യൂബേഴ്സിനിടെ ആരോട് ചോദിച്ചാൽ വിളിച്ചാൽ പോരെ? അതൊന്നും വേണ്ട. ബിഷപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കണ്ടല്ലോ, അതിനകത്ത് കിച്ചുവിന്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ പുള്ളിക്ക്. ഓരോ ന്യായീകരണങ്ങളല്ലേ. പുള്ളി ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ട്. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഫുൾ ടൈം പുള്ളി എല്ലാ കാര്യങ്ങളും പല വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സത്യം ഏറി പോകുന്നു, എന്താ പറത്തി വിടുന്നു. ഇതൊക്കെ പണ്ടൊരു സാധനം തേഞ്ഞൊട്ടി അതൊന്നും നീ വലിച്ചിടണ്ട, പോട്ടെ, വിട്ടേക്ക്. ബാക്കിയേക്കാം. വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആകെ 2 വട്ടമേ രാഹുൽ ദാസിനെ കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. സോഷ്യൽ മീഡിയ രാവിലെ അച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛാ സോഷ്യൽ മീഡിയ കേട്ടോ 2 പ്രശ്നങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞോ? ബേസിക്കലി ബിഷപ്പിന് ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് ഈ ചാനലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പുള്ളി. എന്നിട്ട് ആ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് മെയിൻ സ്ട്രീം ചാനലിന് കംപ്ലൈന്റ് കൊടുക്കുന്ന നമ്പർ ചോദിച്ചത് എന്നോട്. ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം ചോദിച്ചോട്ടെ. ഈ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ചാനലിനോട് എനിക്ക് ഭയങ്കര കലിപ്പാന്ന് വെച്ചോ, കുടിപ്പകയാന്ന് വെച്ചോ, ഞാൻ അവർക്ക് കംപ്ലൈന്റ് ഒക്കെ അയക്കുന്ന അവര് എന്നെ ഇന്റർവ്യൂ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അവന്മാർ ഉപയോഗിക്കുകയില്ല. ആ ഒരു കോമൺ സെൻസ് അച്ഛന് വർക്കായില്ല. ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂസ് വരാറുണ്ട്, എനിക്ക് വരാറുണ്ട്. ഒഴിവാക്കി വിടുന്നത് എന്തുകൊണ്ടെന്ന് അറിയോ? എന്നെ ഒരു പട്ടുവിനെ വിളിക്കാം. അല്ല, എന്നെ വിളിച്ചിട്ടുണ്ട്. ആരെങ്കിലും കൊണ്ടെന്നെ വിളിക്കും, ഞാൻ ഇന്റർവ്യൂ തരാം. അതൊക്കെ ഈ പേഴ്സണൽ ഇന്റർവ്യൂ ഒഴിവാക്കി വിടാൻ കാരണം അവർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും, ഒരു ഉത്തരം പറയുമ്പോൾ അതിന്റെ ചോദ്യം അല്ലായിരിക്കും അവിടെ വരുന്നത്, വേറെ ചോദ്യമായിരിക്കും അവിടെ വേസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നെ വിളിക്കട്ടോ, ഞാൻ വരാം. ആരും ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ട്, എനിക്കൊരു പ്രശ്നം. മനു പിന്നെ എങ്ങനെയല്ലോ ഏറെ കയറാൻ വേണ്ടി കാത്തിരിക്കാവുന്ന കുഴപ്പമില്ല. ഇതൊക്കെ ഒരു രസമല്ലേ? എങ്ങനെയല്ല എന്നെ ആരെങ്കിലും നേരെ കേട്ട് തരുമോ? ആരെങ്കിലും ഒന്ന് സഹായിക്കും എന്നെ.
അങ്ങനെയാണ് കാര്യം. അയ്യോ. അപ്പൊ എന്തായാലും അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. സോ അച്ചോ പ്ലീസ് അത് പാലിക്കണം, റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇനി അച്ഛനെതിരെ സംസാരിക്കേണ്ടവരല്ലേ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അച്ഛന് അനുകൂലമായിട്ട് ഈ യൂട്യൂബേഴ്സ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ നമ്മളൊക്കെ വിശുദ്ധന്മാരായിരുന്നു. അന്ന് അച്ഛൻ ഇപ്പം അനുഭവിക്കുന്ന മാനസിക പ്രശ്നം എന്തൊക്കെ പറഞ്ഞാലും ഈ രേണുവും തങ്കച്ചനും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് അച്ഛൻ ഇത് തെറ്റായിട്ടോ ഒന്നും പ്രശ്നങ്ങൾ തോന്നിയില്ല. ഇന്നിപ്പോ അച്ഛൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോ കേസ് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് അവർ നോട്ടീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ അഡ്വക്കേറ്റ് ആരാണെന്നുള്ള കാര്യം വരെ യൂട്യൂബേഴ്സ് എങ്ങനെ അറിയുന്നത്? ഞങ്ങൾ പോയി ചകഞ്ഞോ? ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ആ വഴി കൂടെ അറിയുന്ന കാര്യങ്ങളാണ്. ഡോളർ തരും. അത് എനിക്ക് ഏറ്റവും വലിയ കോമഡി, കിച്ചു ബിഗ് ബോസിൽ പോയി തുടങ്ങി അവിടെ എത്തുമോ എന്ന് പോലും ഉറപ്പായിട്ടില്ല. പക്ഷെ ബിഗ് ബോസ് ഇപ്പോഴേ അങ്ങനെയല്ല. കിച്ചുന് ബിഗ് ബോസ് കാശ് കൊടുക്കുന്നു, രേഷ്മയ്ക്ക് യൂട്യൂബ് കാശ് കൊടുക്കുന്നു, എനിക്ക് ആരും തരാനില്ല. ഞാൻ എന്തിനു തന്നത് പോരെ? അത്രയും റീച്ച് നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഞാൻ എന്തിന് കിച്ചനെ കോർണർ ചെയ്യണം എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അതാണ് ഞങ്ങളെയും ചോദ്യം. അച്ഛൻ എന്തിന് കിച്ചനെ കോർണർ ചെയ്യണം? കോർണർ ചെയ്യുന്നു. ഇത്രയും റീച്ച് രേണു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നിട്ടുള്ള ഒരാൾക്ക് ഞങ്ങൾ ഇത്ര റീച്ച് കൊടുത്തിട്ടില്ല. എന്നാലും അച്ഛൻ എല്ലാം അവസാനിപ്പിച്ച സ്ഥിതിക്ക് നന്ദിയുണ്ട്. ഇനി ഒന്നും ആർക്കും ഒന്നും പറയാതിരിക്കുക പ്ലീസ്. അങ്ങോട്ട് പറഞ്ഞത് നന്ദിയുണ്ടേ. അതെ, ബൈ ബൈ.